ഹായ് മാന്യ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോഴേ ഞാൻ ചെയ്യുന്ന ജോലി റബ്ബറിനകത്ത് നാടൻ തെങ്ങുണ്ട്. ഇത് നമ്മുടെ റബ്ബർ തോട്ടത്തിലെ നാടൻ തെങ്ങാണ്. അപ്പം ഈ റബ്ബർ തോട്ടത്തിൽ സാധാരണ മറ്റൊന്നും ആൾക്കാർ കൃഷി ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഈ റബ്ബർ തോട്ടത്തിൽ ഒരു 3-4 നാടൻ തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെങ്ങ് എനിക്ക് മികച്ച ഫലം തരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതിന് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യും. ഇപ്പം ഇതിന് തടമൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടിരിക്കുകയാണ്. തടമൊക്കെ എടുത്ത് റെഡിയാക്കി അതിന് ശേഷം ഞാനിപ്പോൾ വളം ചെയ്യുന്ന രീതിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ റബ്ബറിന് നമ്മൾ 2 പ്രാവശ്യം വളം ചെയ്യും. റബ്ബറിന് 2 പ്രാവശ്യം വളം ചെയ്യുമ്പോൾ തെങ്ങിനും 2 പ്രാവശ്യം വളം ചെയ്യും. പിന്നെ ഈ നാടൻ തെങ്ങിനെ നമ്മൾ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞാൽ ജൈവവളം രാസവളം ഒന്നിച്ചാണ് ഇതിന് ചെയ്യുന്നത്. ജൈവവളം ചേർക്കും, രാസവളം ചേർക്കും. അത് 2 തവണയും അങ്ങനെ തന്നെ ചേർക്കും. അപ്പം ആ രീതിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ തടമൊക്കെ എടുത്തു റെഡിയായിട്ടുണ്ട്. തടം എടുത്ത് റെഡിയായി. ഇനി വളങ്ങൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്ത വളം വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, അതുകൂടാതെ ഫാക്ടംഫോസ്, യൂറിയ, പൊട്ടാഷ് ഈ വളമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം റബ്ബറിന് ഇപ്പം വെട്ടുന്നിടം വരെ, അതായത് ഈ വർഷം വെട്ടാനുള്ള റബ്ബറാണ്, വെട്ടുന്ന സമയം വരെ ഞാൻ ജൈവവളം രാസവളം ചേർക്കും. അതുപോലെ ഈ തെങ്ങ്, ഈ റബ്ബർ ഇപ്പം പുതുതായിട്ട് വെച്ചാണ്. ഈ തെങ്ങ് 2 പ്രാവശ്യം, കഴിഞ്ഞ ഒരു പ്രാവശ്യം റബ്ബർ വെച്ച് ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ആ മരം മുറിച്ച് കൊടുത്ത് ഇത് റീപ്ലാന്റാണ്. അപ്പം അന്ന് മുതലേ ഉള്ള തെങ്ങാണ്. യാതൊരു കേടുപാടുകളും ഈ തെങ്ങിനെല്ലാം നിറച്ച് കായവലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തടം എടുക്കുക. തടം എടുത്തതിന് ശേഷം നമുക്ക് ഒരു 3-4 ദിവസം അങ്ങനെ വെറുതെ ഇടുക. കാരണം മഴ പെയ്യുന്ന വെള്ളമൊക്കെ താഴണം. അതുപോലെ തന്നെ കഠിനമായ മഴയത്തും കഠിനമായ ഉണക്കത്തും നമ്മൾ ഒരു കാരണവശാലും വളം ചെയ്യരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രയോജനമില്ല. അല്പം മഴയുടെ കാഠിന്യം ശമിക്കുമ്പോഴാണ് നമ്മൾ സാധാരണ വളം ചെയ്യുന്നത്. വളം ചെയ്തതിന് ശേഷം ഈ വളത്തിൻ്റെ മുകളിൽ ഏത് കൃഷിക്കായാലും അല്പം മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ വളം ലയിക്കാനും സസ്യങ്ങൾ വലിച്ചെടുക്കാനും പ്രയാസമായിരിക്കും. അപ്പോൾ റബ്ബറിനകത്ത നാടൻ തെങ്ങിന് നമ്മൾ വളമിട്ടു. വളത്തിൻ്റെ മുകളിൽ മണ്ണുമൊക്കെ വെട്ടിയിട്ടു. ഇനി തീർച്ചയായിട്ടും മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം നിൽക്കും. അങ്ങനെ ഈ വളം നല്ല ഭംഗിയായിട്ട് ലയിച്ച് ഈ തെങ്ങ് വലിച്ചെടുക്കും. അങ്ങനെ നല്ല ആരോഗ്യത്തോடு തന്നെ ഈ റബ്ബറിൻ്റെ പൂർണ്ണമായ ആദായം കഴിഞ്ഞാലും ഈ തെങ്ങിൽ നിന്നും ആദായം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ തെങ്ങുകൾ റബ്ബറിനകത്തുള്ളവർ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. തെങ്ങിൽ നിന്നും ആദായം കിട്ടും, റബ്ബറിൽ നിന്നും ആദായം കിട്ടും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കാണുന്നതിനും അത് അറിവുള്ളവർക്ക് ആ അറിവ് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ, അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്നവർ, കർഷകരെ സ്നേഹിക്കുന്നവരൊക്കെ ആണ് നിങ്ങളെങ്കിൽ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ പൂർണ്ണ പിന്തുണ നൽകുന്ന, പ്രത്യേകിച്ചും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ വീഡിയോ ഇടുമ്പോൾ തന്നെ അത് കാണുന്ന, അത് കണ്ട് വേണ്ട പ്രോത്സാഹനമൊക്കെ തരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.